ഇത് UTLൻ്റെ സോളാർ ചാർജ് കൺട്രോളറാണ്. ഇത് ഇന്ത്യാസ് മോസ്റ്റ് പ്രിഫേർഡ് സോളാർ ഇൻവെർട്ടർ ബ്രാൻഡ്. ഇതവർ പറയുന്നത് വളരെ കറക്റ്റാണ്. ഇതിൻ്റെ ക്വാളിറ്റി വളരെയധികം മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. UTLൻ്റെ എല്ലാ പ്രോഡക്റ്റും വളരെ ക്വാളിറ്റിയാണ്. പാനലായിരുന്നാലും ചാർജ് കൺട്രോളർ ആയിരുന്നാലും ഇൻവെർട്ടർ ആയിരുന്നാലും ബാറ്ററി ആയിരുന്നാലും എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് അവർ ചെയ്യാറ്. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. നമ്മളെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന തന്നെ ഒരു പ്രോഡക്റ്റാണ്. മാനുഫാക്ചർ ബൈ ഫൂജിയാമ പവർ സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ്. പ്രൈസും കാര്യങ്ങളൊന്നും ഇതിൻ്റെ ബോക്സിൽ എഴുതിയിട്ടില്ല. ബോക്സിനകത്ത് ഒരു ചാർജ് കൺട്രോളറും പിന്നെ ഒരു വാറണ്ടി കാർഡെന്ന് എഴുതിയിട്ടുള്ള ഒരു കാർഡുമുണ്ട്. ഇതിനകത്ത് അവർ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് യൂസർ ആൻഡ് ഓപ്പറേഷൻ മാനുവലായിട്ടാണ് കൊടുക്കുന്നത്. ഇത് ഫീച്ചേഴ്സ് കൺട്രോൾ ബേസ്ഡ് PWM ടെക്നോളജി, വർക്ക് എഫിഷ്യൻറ്റ്, LED LCD ഇൻഡിക്കേഷൻ, ഓവർ ചാർജ് കറൻറ്റ് പ്രൊട്ടക്ഷൻ, ഓവർ ചാർജ് വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, ബാറ്ററി റിവേഴ്സ് പൊളാരിറ്റി, ഓവർലോഡ് പ്രൊട്ടക്ഷൻ, SPV റിവേഴ്സ് പൊളാരിറ്റി പ്രൊട്ടക്ഷൻ, റിവേഴ്സ് കറൻറ്റ് ഫ്ലോ ഫ്രം ബാറ്ററി സോളാർ അറേ പ്രൊട്ടക്ഷൻ. ഇത്രയും പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ LED LCD ഇൻഡിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഇവരുടെ അടുത്ത മോഡലിൽ ഇതുണ്ടാവും. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നതിൽ LED ഇൻഡിക്കേഷൻ മാത്രമാണുള്ളത്. ഇവർ 2 കളറിലാണ് ഇൻഡിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ കളറിലും സോളാർ ഓൺ വരുമ്പോൾ ഗ്രീൻ കളറിൽ ലൈറ്റ് എത്തും, ഓവർലോഡ് ആണെങ്കിൽ റെഡ് കളറിൽ, ബാറ്ററി ഹൈ ആണെങ്കിൽ ഗ്രീൻ കളറ്, ബാറ്ററി ലോ ആണെങ്കിൽ റെഡ്, ലോഡ് ഓൺ ഗ്രീനിൽ വരും, ഓവർലോഡ് ആണെങ്കിൽ ഇതിൽ റെഡിലാണ് വരുന്നത്. ഇത് നമ്മളുടെ സോളാർ പാനലിലുള്ള പ്ലസും മൈനസും ആണ് കണക്ട് ചെയ്യേണ്ടത്. ഇത് ബാറ്ററിയുടെ പ്ലസും മൈനസും ആണ് കണക്ട് ചെയ്യേണ്ടത്. ഇത് നമ്മളെ ലോഡ് കൊടുക്കേണ്ടതാണ്. അതായത് ഒരു ലൈറ്റിൻ്റെ ബോർഡും കൊടുത്ത് പ്ലസും മൈനസും ഇതിൽ ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കൊരു USB ഔട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് 5 വോൾട്ട് ഔട്ട് എടുക്കാനുള്ളതാണ് ഇതിൻ്റെ ഇത് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇത് അടുത്ത വേറെ ഏതെങ്കിലും മോഡലിൽ ഇതിനകത്തൊരു വർക്ക് മോഡെന്ന് പറഞ്ഞൊരു മോഡ് ഓപ്ഷൻ ഉള്ളതുണ്ട്. പക്ഷേ ഇതിനകത്ത് അത് ഡെമ്മിയിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ അടുത്ത മോഡലിലോ ഇത് 10 ആംപിയറാണ് മാക്സിമം ഇത് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 20 ആംപിയറിലോ 30 ആംപിയറോ 60 ആംപിയറിലൊക്കെ ചിലപ്പോൾ ഈ ഫീച്ചേഴ്സ് ഉണ്ടാവും. ഇതിൽ മോഡൽ നമ്പർ സീരിയൽ നമ്പറുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മോഡൽ നമ്പർ SCC 12 വോൾട്ട് 24 വോൾട്ട് 10 ആംപിയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 12 വോൾട്ട് പാനലും 24 വോൾട്ട് പാനലും നമുക്ക് ഒരുപോലെ കണക്ട് ചെയ്യാം. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കിതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് ഒരു QC by OK സ്റ്റിക്കറൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായിരുന്നാലും ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. 4 സ്ക്രൂ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. വാട്ടർ പ്രൂഫും കാര്യങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ വാട്ടർ പ്രൂഫിങ് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവറിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. നോർമൽ പ്ലാസ്റ്റിക്കാണ്, ABS പ്ലാസ്റ്റിക്കൊന്നുമല്ല. എന്നാലും ഒരുവിധം ക്വാളിറ്റി ഉള്ളതാണ്. ഈ ലൈഫുള്ള സാധനം തന്നെയാണ്. സ്ക്രൂ എല്ലാം SS-ൻ്റെ സ്ക്രൂ ആണ്. അത് പെട്ടെന്ന് സ്റ്റെയിൻ പിടിക്കുമെന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇത് ഉയർത്തുമ്പോൾ തന്നെ ഇത് ഓപ്പൺ വരും. അതിൽ വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു സാധനം അതിനകത്തില്ല. നല്ല രീതിയിൽ ഉള്ള സോൾഡറിങ്ങും കാര്യങ്ങളുമാണ്. നീറ്റാണ്, നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് ഇത് PCB പാക്ക് ചെയ്തിരിക്കുന്നത്. MPPT സ്വിച്ച് 2 അങ്ങനെയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. QCയുടെ സ്റ്റിക്കേഴ്സ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു പാർട്ട് നമ്പർ, ടെസ്റ്റ് OKയുടെ സ്റ്റിക്കറുണ്ട്. സാധാരണ ഞാൻ വേറൊരു MPPT നോക്കിയപ്പോൾ ഇവർ സോൾഡറിങ്ങിൻ്റെയൊക്കെ ഇത് ഫ്ലക്സും എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒലിച്ചും ഇതൊക്കെ കണ്ടത്. പക്ഷേ ഇത് നീറ്റാണ്. അങ്ങനെ നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതുകൂടെ ഇളക്കി നോക്കാം. ഇത് 4 സ്ക്രൂവിലാണ് ഇത് മൗണ്ട് ചെയ്തിരിക്കുന്നത്.
സെയിം സ്ക്രൂ തന്നെയാണ്, സെയിം സൈസ് M3യുടെ സ്ക്രൂ തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരിക്കലും നമുക്കിത് വാട്ടർ പ്രൂഫ് ആണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഫുൾ വെൻറ്റിലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ ഹീറ്റ് ഉണ്ടാവുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഫുൾ എയർ വെൻറ്റിലേഷനാണ്. ഇവിടെയുണ്ട്, അല്ലാണ്ട് തന്നെ നല്ല ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഉൾവശം വരുന്നത്. LED ആയിരുന്നാലും നല്ല ഇൻസുലേഷനൊക്കെ ഇട്ട് പാക്ക് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പ്രോഗ്രാമിങ്ങിനുള്ള പിന്നിവിടെയുണ്ട്. ഒരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്, അത് ഔട്ടിൻ്റെ അവിടെയാണ് ഫ്യൂസ് വരുന്നത്. ഇത് സോളാറാണ്, ഇത് ബാറ്ററി, ഇത് ഔട്ടാണ് വരുന്നത്. ഇവരുടെ എല്ലാം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവർ എല്ലാം SMD ആണ് ഒരു IC യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. റിലേ ബേസ്ഡ് അല്ല, മോസ്ഫെറ്റ് ഡയോഡൊക്കെ യൂസ് ചെയ്താണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ലൈഫ് ഉണ്ടാവും. ആർക്കിംഗ് ഇഷ്യൂ അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല. നമുക്കിത് റീവർക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂസ് ആൻഡ് ത്രോ ഔട്ട് രീതിയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാൻ ബേൺഡെല്ലാം ആയിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പാടാണ് നമുക്ക് റീവർക്കിങ്. ഔട്ട് എടുക്കുന്നതും ഇന്ന് കൊടുക്കുന്നതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വെച്ച് തന്നെയാണ്. നല്ല സ്ക്രൂ ഹോളാണ്, നമുക്ക് ക്രിമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ സ്ട്രാൻഡ്സ് പിരിഞ്ഞു പോകാതെ സ്ക്വയർ ടൈപ്പിൽ തന്നെ പഞ്ചാവുന്ന രീതിയിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സാധനം. ഇതിൻ്റെ യൂസർ മാനുവലിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് 1, കണക്ട് ദ സോളാർ പാനൽ ആസ് പെർ ബിലോ ഡയഗ്രാം. നമ്മൾ ഫസ്റ്റായിട്ട് കണക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സോളാർ പാനലാണ്. അത് നമ്മളുടെ ഈ ഡയഗ്രാമിൽ നമ്മൾ ആദ്യത്തെ പിന്നിലാണ് കണക്ട് ചെയ്യേണ്ടത്. പ്ലസും മൈനസിലുമായിട്ട് സോളാറിൻ്റെ പ്ലസും മൈനസും കണക്ട് ചെയ്യുക. സ്റ്റെപ്പ് 2, കണക്ട് ദ ബാറ്ററി ആസ് പെർ ബിലോ ഡയഗ്രാം. നമ്മൾ ഈ ബാറ്ററി പ്ലസും മൈനസും അതിൻ്റേതായ പൊളാരിറ്റി മാറാണ്ട് അത് കണക്ട് ചെയ്യുക. അതിന് ശേഷം കണക്ട് ചെയ്യേണ്ടതാണ് ലോഡ് ആസ് പെർ ബിലോ ഡയഗ്രാം. നമ്മളെ ലോഡ് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഈ ട്രബിൾ ഷൂട്ടിങ്, അതെന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ അതിൽ വരുന്ന ഫോൾട്ട് ഇഷ്യൂസാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. നമ്മളെന്തൊക്കെയാണ് ഉള്ളത്, പ്രോബ്ലം ഡിസ്ക്രിപ്ഷൻ, SPV കറൻറ്റ് ഹൈ, ലോ കറൻറ്റ് ഹൈ, ബാറ്ററി ഹൈ, സിസ്റ്റം നോട്ട് ഓൺ, സോളാർ ചാർജ് നോട്ട് ഓൺ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ 2 മോഡുണ്ട്. അതായത് 10 ആംപിയറിലാണെങ്കിൽ 12 വോൾട്ടും 24 ഉണ്ട്. പിന്നെ 20 ആംപിയറും 12 വോൾട്ടും 24 ആണുള്ളത്. ഇത് മൈക്രോ കൺട്രോളർ ബേസ് ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് മാക്സിമം 12 വോൾട്ടിലാണെങ്കിൽ 25 വോൾട്ട് വരെയാണ് അതിൽ നമ്മൾ സീരിയലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് 24 ആണെങ്കിൽ 49.5 വോൾട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് 24 വോൾട്ട് സോളാർ പാനൽ ഏകദേശം ഓപ്പൺ വോൾട്ട് ഒരു 41 അടുപ്പിച്ച് വരും. അപ്പോൾ അത് സീരിയലായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. 12 വോൾട്ടും 25 അടുപ്പിച്ച് വരും. അപ്പോൾ ഈ 10 ആംപിയറിന് അത് കൂടുതലൊന്നും കണക്ട് ചെയ്യാൻ സാധിക്കില്ല. 20 ആംപിയറും സെയിം ഇതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് നോർമൽ രീതിയിലുള്ള യൂസും കാര്യങ്ങളെ സാധിക്കുകയുള്ളൂ. 12 വോൾട്ടിനാണെങ്കിൽ 165 വാട്ട് ഒരു പാനലിലേ കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ 24 ആണെങ്കിൽ 390 വാട്ടിൻ്റെ 1 പാനൽ. അതും ഇവരുടെ UTLൻ്റെ സോളാറിൽ മാത്രമാണ് ഈ 390 വാട്ടൊക്കെ ഉള്ളത്. എന്നാൽ ഇതിൻ്റെ അടുത്ത മോഡൽ 165ഉം 390ൻ്റെ 2 പാനൽ, അത് ഈ 2 പാനലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അത് പക്ഷേ പാരലാണ് കൊടുക്കേണ്ടത്, സീരിയലായിട്ടല്ല കണക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ ആംപിയർ 10 ആംപിയറാണ് മാക്സിമം വരുന്നത്.
മറ്റേതാണെങ്കിൽ 20 ആംപിയർ ആണ്. ഐഡിയൽ കോൺസെപ്റ്റ് നമ്മളിതിപ്പോൾ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ 30 മില്ലി ആംപിയർ ആണ് അത് യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ LED ഇൻഡിക്കേഷൻ, സോളാർ ഓണ്, സോളാർ ഓവർലോഡ്, ബാറ്ററി ഹൈ, ബാറ്ററി ലോഡ് ഓൺ, ഓവർലോഡ്, ഇതിൻ്റെയൊക്കെ ഇതാണ് കാണിച്ചിരിക്കുന്നത് ഈ ഇൻഡിക്കേഷൻസ്. ഇത് ഇത് കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് അത് 20 ആംപിയറിൻ്റെത് വന്നിട്ട് ഡിജിറ്റലായിരിക്കും ഡിസ്പ്ലേ വരുന്നത്. അതുകൊണ്ടായിരിക്കും അതിൽ 20 കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതുള്ളത്. പിന്നെ വാറണ്ടി ഡീറ്റെയിൽ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവരുടെ കസ്റ്റമർ സപ്പോർട്ടൊക്കെ വളരെ സ്ട്രോങ് ആണ്. നമ്മൾ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ ആക്ഷൻ എടുക്കുകയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഈ ബോക്സിൽ വേറെ ഒന്നും തന്നെ ഇല്ല. ഇത്രയാണ്, വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇത് ചെറിയൊരു വീട്ടിലത്തേക്കൊക്കെയാണ് ഇത് ധാരാളമാണ്. ഒരു സിംഗിൾ ബാറ്ററി സിസ്റ്റമൊക്കെ റൺ ചെയ്യുമ്പോൾ നമ്മളുടെ പഴയ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ ചെറിയ തട്ടുകട അങ്ങനെയൊക്കെ ഉള്ളിടത്ത് സോളാർ പാനൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇലക്ട്രിക് വണ്ടിയിലും പ്രോജക്റ്റ് ബേസ് ചെയ്ത് ഇത് ചെയ്യുന്നുണ്ട്. ചെറിയ എല്ലാ സോളാർ പാനൽ വെച്ചും നമുക്കിത് ഈസി ആയിട്ട് റൺ ചെയ്യിക്കാൻ പറ്റും. ഹെവി ലോഡൊന്നും കൊടുക്കാണ്ട് 12 വോൾട്ട് DC സിസ്റ്റം വർക്ക് ചെയ്യേണ്ട എല്ലായിടത്തും ഇന്ന് 12 വോൾട്ടിൻ്റെ ബാറ്ററി, എല്ലാ സാധനവും ഫാനായിരുന്നാലും എല്ലാം നമുക്കിത് കിട്ടുന്നതാണ്. മ്യൂസിക് സിസ്റ്റം വരെ 12 വോൾട്ടിൽ കിട്ടുന്നതാണ്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മോട്ടർ സഹിതം 12 വോൾട്ടിലുണ്ട്, DC മോട്ടറുണ്ട്, കണ്ടിന്യൂസ് റൺ ചെയ്യിക്കാൻ പറ്റും. നമ്മളുടെ ഫാമിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എയർ ഫ്ലോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്.